നമസ്കാരം. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ഇഞ്ചുറിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് 2022 ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാൾക്ക് MACT കോടതി അനുവദിച്ച നഷ്ടപരിഹാരമാണ്. ഈ കേസിൽ പരാതിക്കാരന് 18 വയസ്സാണ് ഉണ്ടായിരുന്നത്. സംഭവ സമയത്ത് ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്നും അതോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു എന്നുമാണ് ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ തെളിയിക്കാൻ സാധിക്കാതിരുന്നതുകൊണ്ട് കോടതി 13,500 രൂപ നോഷണൽ ഇൻകം കണക്കാക്കി. ഈ കേസിൽ പരാതിക്കാരന് പറ്റിയ പരിക്കുകൾ: 1. ഫ്രാക്ചർ 3 ബോൺസ് അറൌണ്ട് റൈറ്റ് ഐ, വലത് കണ്ണിന് ചുറ്റുമുള്ള 3 അസ്ഥികൾക്ക് ഉണ്ടായ ഒടിവ്. 2. പാർഷ്യൽ ഡിസ്ലൊക്കേഷൻ ആൻഡ് ലൂസനിങ് ഓഫ് 1 ടൂത്ത് ഇൻ അപ്പർ ജോ, മേൽത്താടിയിലെ ഒരു പല്ലിന് ഉണ്ടായ ഇളക്കം. 3. മൈൽഡ്ലി ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ഓഫ് ദ റിസ്റ്റ് ഓഫ് റൈറ്റ് സ്കഫോയിഡ്, വലത് കൈത്തണ്ടയിലെ സ്കഫോയിഡ് എന്ന അസ്ഥിക്കുണ്ടായ ഒടിവ്. 4. കമ്മ്യൂണിറ്റഡ് മിനിമലി ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ഓഫ് ദ ഓളാർ ആസ്പെക്ട് ഓഫ് ദ ട്രാപ്പസോയിഡ് ആൻഡ് ക്യാപിറ്റാറ്റ്, കൈത്തണ്ടയിലെ ട്രാപ്പസോയിഡ്, ക്യാപിറ്റാറ്റ് എന്നീ അസ്ഥികൾക്കുണ്ടായ ഒടിവ്. ഇന്റേണൽ ബ്ലീഡിംഗ് ഇൻ ദ ബ്രെയിൻ, തലച്ചോറിലെ രക്തസ്രാവം. 6. മൾട്ടിപ്പിൾ അബ്രേഷൻ ആൻഡ് കണ്ടൂഷൻ ഓൺ ദ ഫേസ്, മുഖത്ത് പലയിടത്തായി ഉണ്ടായ ഉരവുകളും ചതവുകളും. 7. ലാസറേഷൻ ഓൺ ലെഫ്റ്റ് നീ, ഇടത് മുട്ടിനുണ്ടായ ആഴത്തിലുള്ള മുറിവ്. 8. അബ്രേഷൻ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്, ലെഫ്റ്റ് തൈ, റൈറ്റ് നീ എന്നിവ. നെഞ്ചിന്റെ വലതു ഭാഗം, ഇടത് തുട, വലതു മുട്ട് എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരച്ചിലുകളും മുറിവുകളും. ഈ കേസിൽ പരാതിക്കാരൻ 10% ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അതിന്റെ വെളിച്ചത്തിലാണ് കോടതി അവാർഡ് പാസാക്കിയത്. ഈ കേസിൽ കോടതി എത്ര രൂപയാണ് അവാർഡ് പാസാക്കിയത് എന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 90,000 രൂപയാണ് ക്ലെയിം ചെയ്തത്, പക്ഷേ കോടതി ഒന്നും അനുവദിച്ചിട്ടില്ല. ട്രാൻസ്പോർട്ട് എക്സ്പെൻസസ് 20,000 രൂപ ക്ലെയിം ചെയ്തു, കോടതി 10,000 രൂപ അനുവദിച്ചു. ഡാമേജ്ഡ് ക്ലോത്തിങ് ആൻഡ് ആർട്ടിക്കിൾസ് 2,000 രൂപ ക്ലെയിം ചെയ്തു, കോടതി 1,000 രൂപ അനുവദിച്ചു. എക്സ്ട്രാ നറിഷ്മെന്റ് 15,000 രൂപ ക്ലെയിം ചെയ്തു, കോടതി 4,000 രൂപ അനുവദിച്ചു. മെഡിക്കൽ എക്സ്പെൻസസ് 1,00,000 രൂപ ക്ലെയിം ചെയ്തു, പക്ഷേ മെഡിക്കൽ ബില്ലുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് കോടതി എമൗണ്ട് ഒന്നും അനുവദിച്ചില്ല. അടുത്തത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് 30,000 രൂപ ക്ലെയിം ചെയ്തു, പക്ഷേ ഈ ഹെഡിലും കോടതി എമൗണ്ട് ഒന്നും അനുവദിച്ചില്ല. അടുത്തത് ബൈസ്റ്റാൻഡർ എക്സ്പെൻസ് 5,000 രൂപ ക്ലെയിം ചെയ്തു, കോടതി 4,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെയിൻ ആൻഡ് സഫറിങ്സ് ആണ്. 1,00,000 രൂപയാണ് ക്ലെയിം ചെയ്തത്, കോടതി 80,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഡിസബിലിറ്റി ആൻഡ് ലോസ് ഓഫ് ഏണിംഗ് പവർ ആണ്. 8,00,000 രൂപയാണ് കോടതിയിൽ ക്ലെയിം ചെയ്തത്, പക്ഷേ കോടതി 2,91,600 രൂപയാണ് അനുവദിച്ചത്. അടുത്തത് കോമ്പൻസേഷൻ ഫോർ അമനിറ്റീസ് ആണ്. ലോസ് ഓഫ് അമനിറ്റീസ് കോടതിയിൽ ഒന്നും ക്ലെയിം ചെയ്തില്ല, എന്നാൽ കോടതി 75,000 രൂപ അനുവദിച്ചു. അങ്ങനെ ആകെ 11,62,000 രൂപയാണ് ക്ലെയിം ചെയ്തത്, കോടതി അനുവദിച്ചത് 4,65,600 രൂപയും 7% ഇൻട്രസ്റ്റും കോസ്റ്റുമാണ്. താങ്ക് യു.